ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ വിവരമില്ലാത്ത സംഘികൾ ഇസ്രായേലിന് സപ്പോർട്ട് നൽകി. ഇറാൻ്റെ വിജയം പൊളിറ്റിക്സ് കേരള ആഘോഷിച്ചപ്പോൾ താഴെ വന്ന് സംഘികൾ ഓരിയിട്ടു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഗോഡ്ഫാദറായ അമേരിക്കയുടെ തനിനിറം അറിഞ്ഞോ സംഘികൾ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. സംഘികൾ പൊതുവെ പത്രം വായിക്കാറില്ല. ഒരു പത്രമുണ്ട്, ജന്മഭൂമി. അതിലിതൊന്നും വരാറുമില്ല. ജന്മഭൂമി എന്ന പേര് പോലും അക്ഷരത്തെറ്റോടു കൂടിയാണ് അടിച്ചു വരുന്നത്. എന്തായാലും അമേരിക്ക ഇന്ത്യക്ക് മേൽ നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങൾ നിങ്ങൾ അറിഞ്ഞോ എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും വലിയ തീരുവയാണ് ഇന്ത്യക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക. കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവയാണ്, നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1971 പാകിസ്ഥാനും 1971 പാകിസ്ഥാനും ഇന്ത്യയുമായി ഏറ്റുമുട്ടിയപ്പോൾ പാകിസ്ഥാന് എല്ലാ സപ്പോർട്ടും നൽകിയ രാജ്യമാണ് അമേരിക്ക. അന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ സോവിയറ്റ് യൂണിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്ക തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളെ ഒതുക്കുന്നത് അവർക്ക് മേൽ, അവരുടെ കയറ്റുമതി വിഭവങ്ങൾക്ക് മേൽ അധിക നികുതി ഭാരം ഏർപ്പെടുത്തിക്കൊണ്ടാണ്. സ്വാഭാവികമായും അത് ആ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കും. റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി. അമേരിക്ക അടുത്തിടെ പഹൽഗാം യുദ്ധത്തിൽ ഇന്ത്യൻ പാകിസ്ഥാൻ വിഷയത്തിൽ കയറി അങ്ങ് ഇടപെട്ടു. താൻ വിചാരിച്ചിട്ടാണ് യുദ്ധം നിന്നതെന്ന വീമ്പിളക്കി ഒരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന ഗുരുതരമായ ഒരു പ്രസ്താവനയും ട്രംപ് നടത്തി. അതിനുള്ള മറുപടി മോദിക്ക് കൊടുക്കേണ്ട ഗതികേടിലാണ്. ചുരുക്കത്തിൽ അമേരിക്കയുമായുള്ള സൗഹൃദം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മോദി. ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ചാൽ അമേരിക്ക ഒരു ചുക്കുമല്ല. മാത്രമല്ല, ഇറാനും ഉത്തര കൊറിയയും അടക്കമുള്ള അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ ലോകമെമ്പാടും പടർന്നു പന്തലിക്കുന്നു. ബ്രസീൽ അമേരിക്കയെ തള്ളിക്കളഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ ഇടപെട്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് ആര് അനുമതി നൽകി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. ഏത് രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്ന് ട്രംപ് പറയണം. കാരണം ട്രംപ് എപ്പോഴും ഇന്ത്യക്ക് എതിരായി നിൽക്കുന്ന മനുഷ്യനാണ്. മോദി പോയി ട്രംപിന് കൈ കൊടുത്ത് ട്രംപിനെ ഇന്ത്യയുടെ സുഹൃത്താക്കി മാറ്റാനൊക്കെ ശ്രമിച്ചെങ്കിലും യഥാർത്ഥ പ്രശ്നം വരുമ്പോൾ ട്രംപ് കൈ കഴുകും. പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള യുദ്ധമുണ്ടാകുമ്പോഴൊക്കെ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്ന നടപടിയാണ് സ്വീകരിച്ച് വരുന്നത്. 1971 മുതൽ ഈ നടപടി സ്വീകരിച്ചു വരുന്നു. എന്നിട്ടും യുദ്ധങ്ങൾ ഇന്ത്യ ജയിക്കുന്നു. 1971 സോവിയറ്റ് യൂണിയൻ്റെ സഹായമുണ്ടായിരുന്നു ഇന്ത്യക്ക് യുദ്ധം ജയിക്കാൻ. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ല, റഷ്യയാണ്. റഷ്യയുടെ സഹായം കൂടാതെ തന്നെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യക്കാകും. അത്രയ്ക്ക് ശക്തമാണ് ഇന്ത്യ. ആ ഇന്ത്യയാണ് തീരുവയുടെ പേരിൽ വിരട്ടുന്നത് ട്രംപിൻ്റെ വിരട്ടലൊന്നും നടക്കാൻ പോകുന്നില്ല. അത് മോദി വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ പറച്ചിലിന് മോദിക്ക് കയ്യടി കൊടുക്കണം. കാരണം ചുമ്മാ പോയി ട്രംപിൻ്റെ ദാസനായി നിന്നിട്ട് കാര്യമില്ല എന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ അമേരിക്കയുടെ ദാസന്മാർ അല്ലായിരുന്നു. അവർ ഇന്ത്യയെ സ്വതന്ത്ര രാജ്യമായി കണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ശക്തികൾക്ക് മേൽ ആഞ്ഞടിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വമാകാൻ മോദിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി സാധിക്കും എന്നാണ് മോദിയുടെ ഇപ്പോഴത്തെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.
മോദിയെ പുകഴ്ത്തേണ്ട അടുത്ത് പൊളിറ്റിക്സ് കേരള പുകഴ്ത്തും. പക്ഷെ നാളെ പോയി അമേരിക്കയുടെ കാൽക്കൽ വീഴരുത്. അങ്ങനെ വന്നാൽ പൊളിറ്റിക്സ് കേരള മോദിയെ തള്ളിപ്പറയും. എന്തായാലും ഇന്ത്യൻ ജനങ്ങൾക്ക് മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ഇന്ത്യക്ക് മേൽ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ട്രംപ് കളിക്കുന്ന കളി മരണക്കളിയാണ്. റഷ്യയും ചൈനയും ഇന്ത്യയും ഒരുമിച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ നെഞ്ചത്ത് റീത്ത് വയ്ക്കാൻ നമുക്ക് കഴിയും. ആ ഒരു സൂചനയാണ്, ആ ഒരു ഉരുത്തിരിയലാണ്, ആ ഒരു സൗഹൃദ സമാഗമമാണ് ഇപ്പോൾ കാണുന്നത്.